തുടർന്ന് ജനകീയ തെളിവെടുപ്പിനായി ഹരിയാനയിലെ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജുനൈദ് ഖാന്റെ കുടുംബത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി മാതാവ് സൈറ സാഹിബയെ ആദരപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് സഹോദരൻ ഖസാം സാഹിബ്, അതോടൊപ്പം തന്നെ സഹോദരി ഭർത്താവ് മുഹമ്മദ് നഫീസ് സാഹിബിനെയും ഏറെ ഹൃദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. We gladly welcome the family of Junaid Khan, his mother Saira, brother Qassam and brother-in-law Muhammad Nafis. റമളാനിന്റെ പുണ്യങ്ങളെല്ലാം വാരിക്കൂട്ടി പെരുന്നാളിന്റെ പുഞ്ചിരിയും തൂകി ജുനൈദ് ഖാൻ നമ്മുടെ ഓരോരുത്തരുടെയും നെഞ്ചിലൊരു വിങ്ങലായി ഇന്നും അവശേഷിക്കുന്ന പേരാണ് ഹാഫിദ് ജുനൈദ്. റമളാനിന്റെ പുണ്യങ്ങളെല്ലാം വാരിക്കൂട്ടി പെരുന്നാളിന്റെ പുഞ്ചിരിയും തൂകി പുതുവസ്ത്രങ്ങൾ വാങ്ങി സഹോദരന്മാരോടൊപ്പം ഡൽഹിയിൽ നിന്ന് ഹരിയാനയിലെ തൻ്റെ ഗ്രാമത്തിലേക്ക് ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഹാഫിസ് ജുനൈദ് എന്ന 15-കാരൻ. ജുനൈദ് സഞ്ചരിച്ച ജനറൽ കോച്ച് വളരെ വേഗം വംശീയതയുടെ കൊലക്കളമായി മാറി. അവൻ അണിഞ്ഞിരുന്ന തൊപ്പിയും അവൻ്റെ സ്വത്വവും നോക്കി ട്രെയിനിലുണ്ടായിരുന്ന സംഘപരിവാർ ഭീകരൻ ജുനൈദിനും സഹോദരന്മാർക്കുമെതിരെ തിരിഞ്ഞു. പശു ഇറച്ചി കഴിക്കുന്നവനെന്നും രാജ്യദ്രോഹിയെന്നും പറഞ്ഞ് അവനെ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി. സഹോദരന്മാരെ ക്രൂരമായി മർദ്ദിച്ചു. ചോര വാർന്നൊഴുകുന്ന ജുനൈദിന്റെ ശരീരം അസാവതി റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിയിട്ടു. വീട്ടിൽ അവനായി കാത്തിരുന്ന ഉമ്മയുടെയും ഉപ്പയുടെയും പെരുന്നാൾ മധുരം ഒരു നിമിഷം കൊണ്ട് കണ്ണീരിൽ അലിഞ്ഞു തീർന്നു. അത്തറിന്റെ സുഗന്ധത്തിന് പകരം ജുനൈദിന്റെ ചോരയുടെ ഗന്ധമാണ് പെരുന്നാളിൽ ആ വീട്ടിൽ പരന്നത്. ജുനൈദിന്റെ നീതിക്കു വേണ്ടി ഇന്നും അവന്റെ കുടുംബം ശക്തമായ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജുനൈദ് ഒരു പ്രതീകമാണ്. ഇന്ത്യയുടെ തെരുവീഥികളിൽ സംഘപരിവാർ വംശീയ ആൾക്കൂട്ടം കൊന്നുതള്ളുന്ന അനേകം മനുഷ്യരുടെ മറവിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ലാത്ത പ്രതീകം. തുടർന്ന് വേദിയിലേക്ക് മംഗലാപുരത്ത് ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ അഷ്റഫിന്റെ കുടുംബത്തെയാണ് സ്വാഗതം ചെയ്യുന്നത്. ആദ്യമായി മാതാവ് റുഖിയ അവറുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് പിതാവ് കുഞ്ഞീദുകുട്ടി സാഹിബിനെയും അതോടൊപ്പം സഹോദരൻ അബ്ദുൽ ജബ്ബാർ സാഹിബിനെയും ഏറെ ഹൃദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഷ്റഫ് ലിഞ്ചി അവൻ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചു. ഇതാണ് അഷ്റഫിനെ കൊല്ലാൻ ന്യായമായി അവർ ഉന്നയിച്ചത്. ഉപജീവനാർത്ഥം പല ജോലികളും ചെയ്ത് വിവിധ നാടുകളിലേക്ക് ചേക്കേറിയ കോട്ടക്കൽ സ്വദേശിയാണ് അഷ്റഫ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 27-ന് മംഗലാപുരത്തിനടുത്തുള്ള കുടുപ്പ് എന്ന പ്രദേശത്ത് പഴയ സാധനങ്ങൾ ശേഖരിക്കുകയായിരുന്നു അഷ്റഫ്. ആ സന്ദർഭത്തിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്ന അവിടെയുള്ള മൈതാനത്തിന് സമീപത്ത് നിന്ന് വെള്ളം കുടിച്ചതോടെയാണ് അദ്ദേഹത്തിന് നേരെ അക്രമം ആരംഭിക്കുന്നത്. ക്രിക്കറ്റ് ബാറ്റുകൊണ്ടും മറ്റ് ആയുധങ്ങൾ കൊണ്ടും മർദ്ദനമേറ്റ അഷ്റഫിന്റെ ദേഹത്ത് 35-ലേറെ മാരക പരിക്കുകൾ ഡോക്ടർമാർ രേഖപ്പെടുത്തി. പാകിസ്ഥാന് ജയ് വിളിച്ചതാണ് ആക്രമണത്തിന് കാരണമെന്ന് 20 പേരടങ്ങുന്ന സംഘം ഇല്ലാക്കഥ മൊഴിഞ്ഞു. പാകിസ്ഥാന് ജയ് വിളിച്ച സംഭവം അവിടെ നടന്നിട്ടേയില്ലെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. സംഘപരിവാർ നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ മുസ്ലിം വംശീയ ഉന്മൂലന പദ്ധതിക്ക് എങ്ങനെ മണ്ണൊരുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അഷ്റഫിന്റെ ക്രൂരമായ കൊലപാതകം. അടുത്തതായി വേദിയിലേക്ക് വാളയാറിൽ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാം നാരായൺ ബഘേലിന്റെ റായ്പൂരിലെ കുടുംബം, ഭാര്യ ലളിത ബഘേൽ അവരുകളെ ഏറെ ഹൃദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് കസിൻ ശശികാന്ത് ബഘേൽ അവരുകളെയും ഏറെ ഹൃദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We gladly welcome the family of Ram Narayan Baghel, wife Lalita Baghel. നട്ടെല്ലിനും വാരിയെല്ലുകൾക്കും തലയോട്ടിക്കും ഉൾപ്പെടെ 80-ലധികം മാരകമായ പരിക്കുകളാണ്
റാം നാരായണിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ രേഖപ്പെടുത്തിയത്. ഛത്തീസ്ഗഡിലെ ചമ്പ ജില്ലയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ കുടുംബത്തിനെ കരകയറ്റുക എന്ന ഏക ലക്ഷ്യം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ തൊഴിലാളികളെ അതിഥികളായി കാണുന്ന പ്രബുദ്ധ കേരളത്തിൽ നിന്നും അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. മർദ്ദിച്ച് അവശനാക്കുന്ന ഘട്ടത്തിലും സംഘപരിവാർ ആൾക്കൂട്ടം അവനോട് ആവശ്യപ്പെട്ടത് പൗരത്വം തെളിയിക്കാനാണ്. പ്രാണൻ പിടഞ്ഞു പോകുന്ന ഘട്ടത്തിലും അവർ ആക്രോശിച്ചത് നീ ബംഗ്ലാദേശി അല്ലേടാ എന്നതായിരുന്നു. റാം നാരായണന്റെ ജീവൻ നിലച്ചപ്പോൾ പുറത്തു വന്നത് കേരളത്തിന്റെ ആഴങ്ങളിൽ പതിഞ്ഞു കിടക്കുന്ന വംശീയ ബോധമാണ്. കേരളത്തിലെ വംശീയ കൊലപാതകത്തിന്റെ മാഞ്ഞു പോകാത്ത അടയാളമായി റാം നാരായണന്റെ പേര് അവശേഷിക്കും. തുടർന്ന് കൊടിഞ്ഞിയിൽ ആൾക്കൂട്ടാക്രമണത്തിന്റെ കൊലപ്പെട്ട കൊടിഞ്ഞി ഫൈസലിന്റെ കുടുംബം പിതാവ് മുഹമ്മദ് മുസ്തഫ സി സാഹിബിനെയും അതോടൊപ്പം മാതാവ് ജമീല പി സാഹിബയെയും ഏറെ ഹൃദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊടിഞ്ഞി ഫൈസൽ കൃത്യം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബർ മാസത്തെ ഒരു തണുത്ത പകലിലാണ് ഫൈസലിന്റെ രക്തം കൊടിഞ്ഞി ഫാറൂഖ് നഗറിലെ മണ്ണിനെ ചൂടുപിടിപ്പിച്ചത്. ഓട്ടോയുമായി താനൂരിലേക്ക് തിരിച്ച ഫൈസലിനെ വഴിയിൽ വെച്ച് തടഞ്ഞ കാബാലിക സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹം ചെയ്ത കുറ്റം ഇസ്ലാം മതം സ്വീകരിച്ചു. ഗൾഫിലുള്ള തൻ്റെ ജോലിയിൽ പ്രവേശിക്കാൻ വെറുമൊരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഈ ദാരുണ സംഭവം നടക്കുന്നത്. തൻ്റെ കുടുംബാംഗം അടക്കം 16 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എല്ലാവർക്കും പൊതുവെയുള്ളത് ഒരേയൊരു ഗുണം, RSS. ഫൈസലിൻ്റെ ആത്മാവിന് സമാധാനം. മുസ്ലിമായി ജീവിക്കുന്നത് ഒരു സമരമാണ്, അടയാളപ്പെടുത്തലാണ്. തുടർന്ന് വേദിയിലേക്ക് ഡോക്ടർ ഹർഷ് മന്ദർ സാഹിബിനെയും ഏറെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് സെഷൻ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി മോഡറേറ്റർ CT ഷുഹൈബ് സാഹിബിന് മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യയിൽ സംഘപരിവാർ ആധിപത്യം ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട പദാവലികളിലൊന്ന് ആൾക്കൂട്ട ആക്രമണം, ആൾക്കൂട്ട കൊലപാതകം, മോബ് ലിഞ്ചിങ് എന്ന വാക്കായിരിക്കും. പക്ഷെ അതൊരു കേവല ആൾക്കൂട്ടമല്ല എന്നും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ അക്രമോത്സുകമായ ഒരു മനഃശാസ്ത്രം അത് പേറിയ ജനങ്ങൾ തന്നെയായിരുന്നു സംഘടിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ സംഘാടനത്തിന് പിന്നിൽ, ആ അക്രമത്തിന് പിന്നിൽ കൃത്യമായ പ്രത്യയശാസ്ത്ര പരിസരമുണ്ടായിരുന്നു, കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ 2015 സെപ്റ്റംബർ 28 അന്ന് രാത്രി ഉത്തർപ്രദേശിലെ ധാത്രിയിൽ മുഹമ്മദ് അഖ്ലാഖ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അയൽവാസികളടക്കമുള്ള ഒരു സംഘം ഇരച്ചെത്തുകയായിരുന്നു. രാത്രിയിൽ വീട്ടിലേക്ക് കയറി 52 വയസ്സുള്ള മുഹമ്മദ് അഖ്ലാഖിനെയും മകനെയും ആ അക്രമി സംഘങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ട് അടിച്ചും കുത്തിയും ആ അടിയേറ്റുകൊണ്ടാണ് മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെടുന്നത്. അന്നായിരുന്നു ഇന്ത്യയിൽ വളരെ ആസൂത്രിതമായി അല്ലെങ്കിൽ അവിടെ നടപ്പാക്കാൻ പോകുന്ന ആ ഒരു പദ്ധതിയുടെ ആ ഒരു അർത്ഥത്തിലുള്ള ഒരു തുടക്കം നമുക്കതിൽ കാണാൻ കഴിഞ്ഞിരുന്നു. അന്ന് ഇന്ത്യയിലുടനീളം അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അവർ ആ ആക്രമണത്തിന് ന്യായീകരണമായി പറഞ്ഞത് അവർ പശുക്കുട്ടിയെ അറുത്തു, അതിൻ്റെ മാംസം ഭക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും.
അത് കഴിച്ചത് ബീഫാണോ അതോ മട്ടനാണോ എന്ന ചർച്ചകളിലാണ് പിന്നീട് ആ ചർച്ചകൾ പോയത്. ബീഫായിരുന്നെങ്കിൽ അഖ്ലാഖ് കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രം ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2017 ഡിസംബർ അന്ന് നമുക്കിടയിലൊക്കെ പ്രചരിച്ച ഒരു ഭയാനകമായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. രാജസ്ഥാനിൽ അഫ്രസുൽ ഖാൻ എന്ന് പറയുന്ന ഒരു കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ പണിക്കെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയിട്ട് ശംഭുലാൽ എന്ന് പറയുന്ന ഒരു സംഘ് പരിവാറുകാരൻ മഴുവിന് വെട്ടിവീഴ്ത്തുകയും എന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ആ ദൃശ്യം ഒരു മൈനറായ അദ്ദേഹത്തിൻ്റെ കസിന് ഷൂട്ട് ചെയ്യുകയും എന്നിട്ടത് പ്രചരിപ്പിക്കുകയും ചെയ്ത വളരെ ഭയാനകമായ വീഡിയോ ഉണ്ടായിരുന്നു. ഈ ശംഭുലാൽ കോടതിയിൽ പറഞ്ഞതെന്താ? അഫ്രസുൽ ഖാൻ ലവ് ജിഹാദ് നടത്തുന്ന ആളായിരുന്നു എന്നാണ്. അപ്പോൾ ഈ പറയുന്ന മോബ് ലിഞ്ചിങ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഇതിനൊക്കെ പിന്നിലും കൃത്യമായ ഒരു പ്രത്യയശാസ്ത്രം വർക്ക് ചെയ്യുന്നതാണ്. ബീഫ് കഴിച്ചെന്ന ആരോപണങ്ങൾ, അതുപോലെ തന്നെ ഇങ്ങോട്ടെത്തുമ്പോൾ ഇവിടെ ലവ് ജിഹാദ് എന്ന് പറയുന്ന വർത്തമാനങ്ങൾ, ഇങ്ങനെ ഓരോന്നിന് പിന്നിലും കാണാൻ കഴിയും. ഈ ഒരു ഇത് ഇന്ത്യ കണ്ട ഏറ്റവും ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് അത് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതൊരു നോർമലൈസ് ചെയ്യപ്പെട്ട അവസ്ഥകളിലേക്ക് പോവാണ്. ഈ ഒരു സെഷൻ്റെ പ്രത്യേകത, ഇപ്പം നമ്മളുടെ മീഡിയകളൊക്കെ എടുത്തു നോക്കിയാൽ ഇത്തരം ആൾക്കൂട്ട ആക്രമണങ്ങൾ എന്നവർ പേരിട്ട് വിളിക്കുന്ന ഹിന്ദുത്വ ആക്രമണങ്ങൾ അത് അത്ര ഒരു ന്യൂസ് വാല്യൂ ഇല്ലാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. വളരെ ഭയാനകമായ അവസ്ഥയാണ്. നിരന്തരമായി അത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അതിനെതിരെ കൃത്യമായ പ്രതിരോധങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അത്തരം ഇരകളാക്കപ്പെട്ട ആളുകൾ സമൂഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കുക എന്നത് തന്നെയാണ് പ്രതിരോധം. ആ പ്രതിരോധമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ലോകത്ത് പലയിടങ്ങളിലും ഈ ഫാഷിസ്റ്റ് ഭരണകൂടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെ ഒരു വ്യത്യാസപ്പെടുന്നത്, അവിടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ മാറുന്നതോടുകൂടി, അല്ലെങ്കിൽ ആ ഫാസിസ്റ്റുകൾ അധികാരത്തിൽ നിന്ന് നിഷ്കാസിതരാകുന്നതോടുകൂടി അവസാനിക്കുന്ന ഒരു ഫാസിസ്റ്റ് പ്രവണതകളാണ് പല രാജ്യത്തും ഉണ്ടായിരുന്നത്. ജർമ്മനിയിലെ ഹിറ്റ്ലറിൻ്റെയും അതുപോലെ ഇറ്റലിയിൽ മുസോളിനിയുടെയൊക്കെ എടുത്തൊക്കെ കാണാം. പക്ഷേ ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാഷിസം അതിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് അത് ഡീപ്പ് റൂട്ടഡ് ആണ്. ഇവിടുത്തെ ബഹുജനങ്ങൾക്കുള്ളിൽ ആ മനഃശാസ്ത്രത്തിൻ്റെ വിഷങ്ങൾ കുത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. ഒരു അധികാരത്തിൻ്റെ മാറ്റങ്ങളിലൂടെയോ ഒരു ഭരണാധികാരി മാറുന്നതോടുകൂടിയോ ഇല്ലാതാകുന്നതല്ല അതിൻ്റെ ഒരു ഭീകരത എന്ന് പറയുന്നത്. അത്തരത്തിൽ ആഴത്തിൽ ആ മനഃശാസ്ത്രം ഇവിടെ വേരുറച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും അപകടകരമായ കാര്യം. ഭാവി അത് കൂടുതൽ ഇരുളടഞ്ഞതാണ്. കാരണം വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ പോലും ആ അർത്ഥത്തിൽ വിഷമുള്ള മനസ്സാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മുന്നിൽ മുസ്ലിം എന്ന് പറയുന്നത് അങ്ങനെ അടിച്ചു കൊല്ലപ്പെടേണ്ട ഒരാളായിട്ട് അവരുടെ മനസ്സിൽ അത്രയും വിദ്വേഷം കുത്തിവെക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത്തരമൊരു ഭീകരാവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിരോധങ്ങൾ, കാരണം ആ അക്രമം ഇന്ന് മുസ്ലിമിനെതിരെ മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഇരകളാക്കപ്പെടുന്നവർ വ്യത്യസ്ത സമുദായങ്ങളിലുള്ളവർ കൂടി അതിൻ്റെ ഇരകളാക്കപ്പെടുന്നു എന്നുള്ളിടത്ത് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ഇവിടുത്തെ ജനജീവിതത്തെ എല്ലാ സമൂഹങ്ങളെയും ബാധിക്കുന്ന ഒരു സാമൂഹിക വിപത്തായി അത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രതിരോധങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഉണർന്നു വരേണ്ടതുണ്ട്. നമ്മുടെ കൂടെ അങ്ങനെ ഇത്തരം ആക്രമണങ്ങൾക്ക്, ഹിന്ദുത്വ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ചില ആളുകളുണ്ട്. നമ്മളുടെ മനസ്സിലൊക്കെ ആ പേരുകളുണ്ട്. അവരുടെ സ്വന്തം കുടുംബക്കാർ ഇവിടെ നമ്മളുടെ കൂടെയുണ്ട്. ജുനൈദിൻ്റെ കുടുംബക്കാരുണ്ട്, അതുപോലെ തന്നെ മംഗലാപുരത്ത് കൊല്ലപ്പെട്ട അഷ്റഫിൻ്റെ വീട്ടുകാരുണ്ട്, അതുപോലെ തന്നെ രാംനാരായണൻ്റെ കുടുംബക്കാരുണ്ട്, കൊടിഞ്ഞി ഫൈസലിൻ്റെ ഉപ്പയുണ്ട്. ഇവരൊക്കെയും നമ്മളോട് സംസാരിക്കും ഇൻഷാ അല്ലാഹ്. പഹ്ലെ ഹം ആഫീസ് ജുനൈദിനെ നമുക്കറിയാം. 2017 പെരുന്നാളിൻ്റെ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ജുനൈദും സഹോദരനും കൂടി. ആ സഹോദരൻ നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഡൽഹിയിൽ നിന്ന് വസ്ത്രം വാങ്ങി ഡ്രസ്സ് വാങ്ങിയിട്ട് ഹരിയാനയിലേക്ക് മടങ്ങുന്ന യാത്രയിലാണ് ഒരു സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ നിന്ന് തുടങ്ങി പിന്നീടത് ആളുകൾ, ഈ പറയുന്ന സംഘ് പരിവാറുകാർ അത് ഏറ്റെടുക്കുകയും തൊപ്പിയും താടിയുമുള്ള ഹാഫിളായ ജുനൈദിനെ അവർ ആക്രമിക്കുകയാണ്. അടിച്ചും കുത്തിയും കത്തികൊണ്ട് കുത്തിയും അവസാനം ജുനൈദ് കൊല്ലപ്പെടുകയാണ്. ആ കൊല്ലപ്പെട്ട ആ ഒരു സന്ദർഭത്തിൽ ആ കൂടെയുണ്ടായിരുന്ന ഒരു സഹോദരൻ കൂടിയാണ് നമ്മളുടെ കൂടെയുള്ളത്. ഇൻഷാ അല്ലാഹ് ഹം हाफिज जुनैद का फैमिली इधर मौजूद है
और वो लोग कल से इधर है, हमारे साथ पूरा प्रोग्राम है इंशाअल्लाह। हमारे साथ उसके बारे में वो लोग कुछ पेश करेंगे। और हमको मालूम है अभी 9 साल होते हैं, और जुनैद का इंसिडेंट के बाद 9 साल होते हैं। और उसके बाद आप इसका लड़ाई भी करते हैं, उसके खिलाफ क्या उसको गुनाह कौन किया उसके खिलाफ बहुत लड़ाई भी कर रहे हैं। उसके बारे में थोड़ा बात आप लोग रखिए इंशाअल्लाह। अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुहू। मैं हाफिज़ जुनैद की वालदा हूँ सायरा, जो 2017 छठा महीना 22 तारीख को मॉब लिंचिंग हुई ही ट्रेन में, और बड़ी खुशी हुई है आपके ये देख के नहीं के इतने मेहनत और मुशक्क़त से जो ये प्रोग्राम कि जालिमों के खिलाफ आवाज़ उठाई है और मजलूमों को हौसला बुलंद किया है। अल्लाह ताला इस मेहनत को कबूल करे और आप लोगों के लिए हिम्मत और ताकत और तंदुरुस्ती अता फरमाए। और इसी तरह से जालिमों के खिलाफ दबाव होएगा और आवाज़ उठेगी तो उन लोगों का हौसला दब जाएगा और मजलूमों की हिम्मत बढ़ जाएगी। तो ये बहुत बढ़िया और बहुत हिम्मत और ताकत के साथ उन लोगों का मुकाबला किया गया है जो हाफिज़ जुनैद शहीद रहमतुल्लाह अलैहि के कातिल हैं और सब लोगों के हत्यारे हैं। तो हम सब लोग एकजुट होकर नहीं हिम्मत और ताकत के साथ उन लोगों के मुकाबला करेंगे जिन्होंने मजलूमों की हत्या की है और हम सब लोग आवाज़ उठाएंगे मिलके नहीं। अस्सलामुअलैकुम വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹാഫിസ് ജുനൈദിന് വേണ്ടി അത്തരം ഇരകളാക്കപ്പെട്ടവർക്ക് വേണ്ടി സോളിഡാരിറ്റി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ പ്രത്യേകമായിട്ട് അവർ അഭിനന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. हाफिज़ जुनैद ब्रदर इसके भाई हमारे साथ मौजूद है। इंशाल्लाह इसके बारे में इसके बाद आप क्या क्या लड़ाई किया उसके बारे में चंद बातें आप रखें तो अच्छा है इंशाल्लाह। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। मेरे मोहतरम बुज़ुर्गों और दोस्तों और अज़ीज़ साथियों, हमें बहुत खुशी है कि पूरे हिंदुस्तान के अंदर जुल्म के ख़िलाफ़ आवाज़ उठ रही है, जालिम के ख़िलाफ़ आवाज़ उठ रही है। मेरे मोहतरम बुज़ुर्गों और दोस्तों, इस प्रोग्राम को करवाने वाले सॉलिडारिटी के साथी हमारे घर गए और हमें बताया कि इस तरीके से हम प्रोग्राम कर रहे हैं और आपको शिरकत करनी होगी। तो अम्मा जी ने बेझिझक इन भाइयों से कहा कि हम आपके प्रोग्राम में ज़रूर शिरकत करेंगे और हमें खुशी है कि जुल्म के ख़िलाफ़ ये सब साथी एक मंच पर आए हैं और एक बुलंद आवाज़ में जालिम के ख़िलाफ़ बोल रहे हैं। मैं कम ही अल्फाजों में अपनी बात को ख़त्म करूँगा कि साक़ी ने कहा था कि मंजिले लाख कठिन आए तो गुज़र जाऊँगा, हौसला हार के बैठूँगा तो मर जाऊँगा। चल रहे थे जो मेरे साथ, कहाँ हैं वो लोग जो ये कहते थे कि रास्ते में बिखर जाऊँगा। दरबदर होने से पहले कभी सोचा भी न था कि घर मुझे रास न आया तो किधर जाऊँगा। लाख रोके ये अंधेरा मेरा रास्ता, लेकिन मैं जिधर रोशनी जाएगी उधर जाऊँगा। रास आई ना मोहब्बत मुझे वरना साक़ी, मैंने सोचा था कि हर दिल में उतर जाऊँगा। इन्हीं चंद बातों पर मैं अपनी बात को ख़त्म करता हूँ।
व आखिर दावाना अनिल हम्दुलिल्लाहि रब्बिल आलमीन. ജസാക്കല്ലാ. 2025 ഏപ്രിൽ 27 മംഗലാപുരത്ത് അഷ്റഫ് കൊല്ലപ്പെടുന്നത്. അവിടെ നടന്ന ഒരു ക്രിക്കറ്റ് മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഇടയിൽ പാകിസ്ഥാന് ജയ് വിളിച്ചു എന്നതായിരുന്നു അഷ്റഫിനെ അടിക്കുവാനും അതുപോലെ തന്നെ ആക്രമിക്കുവാനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത്. ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഓരോന്നിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും എന്തുമാത്രം വിദ്വേഷവും വെറുപ്പുമാണ് അതിൻ്റെ ഉള്ളിൽ നിറച്ചു വെച്ചിട്ടുള്ളതെന്ന്. നമ്മൾ ഈ പറയുന്ന അഷ്റഫിൻ്റെ ഈ കൊലപാതകം അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണ്. കാരണം നമ്മൾ പലപ്പോഴും ഉത്തരേന്ത്യയിൽ നിന്നും മറ്റുമൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആ ഒരർത്ഥത്തിലുള്ള അങ്ങനെ ആൾക്കൂട്ടം സംഘടിച്ചെത്തി സംഘപരിവാറുകൾ സംഘടിച്ചെത്തി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ആ രീതി നമ്മളുടെ മലയാളിയായ ഒരു ഇര കൂടി അതിലാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയ ഒരു സംഭവം കൂടിയായിരുന്നു അഷ്റഫിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത്. അഷ്റഫിൻ്റെ ആ കൊലപാതകത്തെ തുടർന്ന് സോളിഡാരിറ്റി നിരന്തരമായ ഇടപെടലുകളാണ് അതിൽ നടത്തിക്കൊണ്ടിരുന്നത്. ആ കേസിൽ ആളുകൾക്ക് ജാമ്യം കിട്ടുന്ന രൂപത്തിലുള്ള ചാർജ് ഷീറ്റ് പോലീസ് തയ്യാറാക്കിയ സമയം മുതൽ അതിൻ്റെ പിന്നാലെ സോൾഡാറ്റ് വർക്കെടുക്കുകയും അങ്ങനെ അവരെ അത്തരം കുറ്റകൃത്യം കൃത്യമായ ചാർജ് ഷീറ്റുള്ള കേസുകളിൽ എതിരെ ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുവാനും ഒക്കെ നിരന്തരമായി പോരാടിയ ഒരു പ്രസ്ഥാനം കൂടിയാണ് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. അഷ്റഫിൻ്റെ കുടുംബക്കാർ നമ്മളുടെ കൂടെയുണ്ട്. അഷ്റഫിൻ്റെ ഉപ്പയുണ്ട്. ഇൻഷാ അല്ലാഹ് അഷ്റഫിൻ്റെ ഉപ്പ നമ്മളോട് സംസാരിക്കും. ഞാൻ ഇതിനകത്ത് സോൾഡാരിറ്റി എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ പറയാം. അഷ്റഫ് മരണപ്പെട്ട് നമുക്കറിയാം അഷ്റഫ് മരണപ്പെടുന്ന ഒരു സമയമുണ്ട്. അത് നമ്മുടെ മീഡിയകളൊക്കെ പെഹൽഗാം ആക്രമണം മതം നോക്കി മനുഷ്യരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് അതിൻ്റെ ആസൂത്രണം എന്ന് നമുക്കറിയില്ല. കാശ്മീരിൽ പെഹൽഗാം ആക്രമണത്തിൽ ആളുകളെ മതം നോക്കി കൊലപ്പെടുത്തി എന്ന് പറയുന്ന ആ ഒരു വാർത്ത നമ്മുടെ കേരളത്തിലെ മീഡിയകളടക്കം അതിനെതിരെ പ്രതികാരം വീട്ടണം, ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കണം, അത് അനൗൺസ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു അതിവൈകാരികത നിൽക്കുന്ന സമയത്താണ് അഷ്റഫ് മരിക്കുന്നത്. അഷ്റഫ് മരിക്കുമ്പോൾ ഉപ്പ എന്നെ ഞാനന്ന് കോഴിക്കോടായിരുന്നു. ഉപ്പ വിളിച്ചാണ്ട് ഇങ്ങനെ ഒരു നമുക്കെന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. പക്ഷേ ആ സമയത്ത് ആദ്യം ഇവിടുന്ന് മംഗലാപുരത്തേക്ക് പോകുന്നത് ഞാനാണ്. ആ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ച സംഘടന സോളിഡാരിറ്റിയാണ്. തീർച്ചയായും അത് ഇന്ന് വരെ ഞങ്ങൾക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഈ അഷ്റഫ് മരണപ്പെട്ടപ്പോൾ പൊതുവെ ഈ കോൺഗ്രസിൻ്റെ ആയാലും ഏത് ആളുകളായാലും മുസ്ലിങ്ങളായ ആളുകൾ മാത്രമേ നമ്മുടെ അടുത്തേക്ക് വരുന്നുള്ളൂ. പക്ഷേ അതൊരു ഫാക്ട് ഫൈൻഡിങ് നടത്തി ഒരു ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 200ഓളം പേജ് രൂപത്തിലുള്ള ഒരു ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട് നടത്തി എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കപ്പെട്ട് ഇത് ഒരു മുസ്ലിമിൻ്റെ വിഷയം മാത്രമല്ല, ഇത് ഇവിടുത്തെ ഒരു മനുഷ്യൻ്റെ വിഷയമാക്കി എടുക്കുന്നതിൽ സോളിഡാരിറ്റി വഹിച്ചിട്ടുള്ള പങ്ക് അല്ലെങ്കിൽ APCR വഹിച്ചിട്ടുള്ള പങ്ക് അത് അത്രമേൽ പ്രിയപ്പെട്ടതുമാണ്, അത്രമേൽ ഗൗരവപ്പെട്ടതുമായിരുന്നു. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിന് ശേഷം ഈ അഷ്റഫിൻ്റെ കേസ് ഇപ്പോൾ അവിടെ ഈ കേസ് മംഗലാപുരത്തായാലും ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ ഇപ്പോൾ അത് കർണാടക ഗവൺമെൻറ് അത് സുപ്രീം കോടതിയിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിയ പ്രതികൾക്കെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കർണാടക ഗവൺമെൻറ് പോയിട്ടുണ്ട്. പ്രിയങ്ക ഖാർഗെ അദ്ദേഹം ഹോം മിനിസ്റ്റർ ആയതിൻ്റെ ശേഷം അങ്ങനെ അതിലൊരു മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അതിലൊക്കെ നോക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മുന്നിൽ ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ് സോളിഡാരിറ്റിയുടെ. ഞാൻ അങ്ങനെ പറയാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ അതിനകത്തുള്ള ഒരു ഇടപെടൽ അതില്ലായിരുന്നു. ഇത് അഷ്റഫിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഇരകളെക്കുറിച്ച് വേറെ ആര് സംസാരിക്കുന്നു? ഞാൻ ഇടപെട്ടൊരു കേസാണ് ഈ രാംനാരായണൻ്റെ ഈ കേസ്. പേഴ്സണലി ഞാനാണ് അതിൽ ആദ്യം ഇടപെടുന്നൊരു വ്യക്തി. ഇവർക്കും ഈ നീതി കിട്ടാൻ വേറെ എത്ര സംഘടനകൾ അതിൻ്റെ ഫോളോ അപ്പിൽ നിന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല.
ഞാൻ ഇപ്പോഴും പറയണം, അഷ്റഫിൻ്റെ കേസിലാണെങ്കിലും ശരി, ഇതിപ്പോൾ ഉപ്പാൻ്റെ ഒരു ജീവിത സാഹചര്യത്തിനെ വെച്ച് ഈ കേസിനെ കുറിച്ച് ഫോളോ ചെയ്യാൻ ഉപ്പാക്ക് എന്താ അറിയോ? ഇല്ല. അപ്പം നമ്മളിങ്ങനെ അതിൻ്റെ പുറകെ പോകുന്നു. പക്ഷേ വേറെ ഏതെങ്കിലും സംഘടന അഷ്റഫിനെ കുറിച്ച് പറയുന്നുണ്ടോ? രാംനാരായണനെ കുറിച്ച് പറയുന്നുണ്ടോ? ജുനൈദിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഞാൻ കേരളത്തിൽ കേട്ടിട്ടില്ല. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അഷ്റഫ് മരണപ്പെട്ട 1 വർഷമായി. ആകെ സോൾഡാരിറ്റി മാത്രമാണ് ഇതിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഇത് നമുക്ക് നൂറുകണക്കിന് സംഘടനകൾ കേരളത്തിലുണ്ട്, നൂറുകണക്കിന് സംഘടനകളുണ്ട്. ഇതിൻ്റെ എന്തെങ്കിലും ഇപ്പോൾ രാംനാരായണൻ്റെ കേസിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കപ്പെട്ടു. അത് സമർപ്പിക്കപ്പെട്ടപ്പോൾ വാർത്തയായിരുന്നു. പക്ഷേ ആ ചാർജ് ഷീറ്റ് കോടതി റിട്ടേൺ ആക്കി. അതിനകത്ത് ഒരു അതിനകത്ത് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും മാറ്റപ്പെട്ടു, പല ഭാഗത്തോട്ട് മാറ്റപ്പെട്ടു. എന്നിട്ട് ഒരു തട്ടിക്കൂട്ട് ചാർജ് ഷീറ്റ് കൊടുത്തു, അത് റിട്ടേൺ ആക്കി. അതിനെക്കുറിച്ചൊന്നും നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ അവരുടെ ഫാമിലിയെ ആരും അറിയിക്കുന്നില്ല. ഇതൊരു ഇനിയും ഞാൻ പറയുന്നത് വെച്ചാൽ, ഞാൻ സോൾഡാരിറ്റിയൊക്കെ ഞാൻ കേരളത്തിൽ ഞാൻ പറയാൻ സോൾഡാരിറ്റി മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുന്നുള്ളൂ എന്നുള്ള ഒരു അനുഭവ സാക്ഷ്യം മുൻനിർത്തി ഞാൻ പറയുകയാണ്. ഇനി എല്ലാ സംഘടനകളും ഈ ഒരു രീതിയിൽ ഇതിപ്പോൾ ഇത്രയും ഇരകൾ നമ്മൾ മുന്നിലുണ്ട്. ഇതിനേക്കാൾ നൂറുകണക്കിന് ഇരകൾ ഒന്നും അറിയാതെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അറിയപ്പെടുന്നില്ല. ഇതൊക്കെ ഒരു ഗൗരവമില്ലാത്ത നോർമൽ വിഷയമായി മാത്രം കടന്നു പോവുകയാണ് നമ്മളെ മുന്നിൽ. അതിനി ഉണ്ടാവരുത്. തീർച്ചയായിട്ടും സോൾഡാരിറ്റിയുടെ ഇടപെടൽ, അഷ്റഫിന് എന്തെങ്കിലും നീതി കിട്ടുകയാണെങ്കിൽ സോൾഡാരിറ്റിയുടെ ഇടപെടൽ, അത് ഈ വിഷയം, അഷ്റഫിൻ്റെ വിഷയം ഇതൊരു ആൾക്കൂട്ട ആക്രമണമാണെന്ന് കൊണ്ടുവന്ന് തന്നെ വാർത്താഭാരതി ചാനലിലൂടെ സോൾഡാരിറ്റിയുടെ കർണാടക സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഷബീർ വാർത്താഭാരതി ആയിരുന്നു. ആ വാർത്ത തന്നെ ആദ്യം കൊണ്ടുവന്ന് അവിടുത്തെ ആളുകളെല്ലാം സംഘടിപ്പിച്ച്, കോൺഗ്രസിൻ്റെ ആയാലും CPMൻ്റെ ആയാലും മറ്റു ഇതര സംഘടനകളായിട്ടുള്ള ആളുകളൊക്കെ കൊണ്ടുവന്ന് ആ രൂപത്തിൽ ഇന്ന് നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിധത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അത് സോൾഡാരിറ്റിയുടെ ഇടപെടലാണ്. അതിൽ ഞങ്ങൾ അനുഭവ സാക്ഷ്യക്കാരാണ്. തീർച്ചയായും അതിനുള്ള നന്ദി കൂടെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ അറിയിക്കുന്നു. നിലവിലെ കേസിൻ്റെ സ്റ്റാറ്റസ്, നിലവിലെ കേസിൻ്റെ ഒരു അസ്സലാമലൈക്കും. ഞാൻ ഫൈസലിൻ്റെ ഉപ്പ. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും കേരളത്തിലുള്ള ആൾക്കാർക്ക് അറിയാൻ കഴിയായിരിക്കും. 10 കൊല്ലവും 4 മാസമായി ഫൈസൽ മരിച്ചിട്ട്. മതം മാറി അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഇവിടെ നല്ല സൗദിയിൽ നിന്നാണ് പോയി മതം മാറിയെന്നല്ലാതെ വേറൊരു തെറ്റും ഫൈസൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഫൈസൽ മതം മാറിയത് പിന്നെ എനിക്ക് വേറെ ആരുമില്ല. ഷഹീദ് ഫൈസലിൻ്റെ ഉപ്പയാണ്. നമുക്കറിയാം, ഷഹീദ് ഫൈസൽ കൊടിഞ്ഞി സ്വദേശിയായിരുന്നു. ഇസ്ലാമിലേക്ക് മതം മാറിയതിൻ്റെ പേരിൽ സംഘപരിവാറുകാരാൽ കൊല ചെയ്യപ്പെട്ടതാണ് ഷഹീദ് ഫൈസൽ. മഠത്തിൽ നാരായണൻ അടക്കമുള്ള ആളുകൾ, മുമ്പ് ഷഹീദ് യാസിറിനെ നമുക്ക് പരിചയമുണ്ട്. ഷഹീദ് യാസിറിനെ കൊന്ന ആ സംഘത്തിൽപ്പെട്ട മഠത്തിൽ നാരായണൻ അടക്കമുള്ള ആളുകൾ പ്രതികളായ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി സംഭവങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിനുശേഷം ആ കേസ് അട്ടിമറിക്കാൻ നടന്ന ശ്രമങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ വാദമുഖങ്ങൾ, അതിലൊക്കെയും ഇതുപോലെ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയ ഒരു പ്രസ്ഥാനം കൂടിയാണ് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ജനകീയമായ കൂട്ടായ്മകൾ രൂപപ്പെടുത്തിയും അതിൻ്റെ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ള ധാരാളക്കണക്കിന് ശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഷഹീദ് ഫൈസലിൻ്റെ ഉപ്പ നമ്മളുടെ കൂടെയുണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. ഇനി ഞാൻ കണ്ടിടത്തോളം എൻ്റെ രാജ്യം ഇവിടെ അല്ലായിരുന്നു, തിരുവനന്തപുരം നെയ്യാറ്റിൻകരയാണ്. അവിടെ നിന്ന് ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഈ കൊല്ലം 51 കൊല്ലമാകുമ്പോൾ ഈ കൊടിഞ്ഞിയിൽ വന്നിട്ട് ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്നോ ഇങ്ങനെ ഒന്നും നടക്കുമെന്നോ ഒന്നും എൻ്റെ മനസ്സുകൊണ്ട് കരുതിയ കാര്യങ്ങളല്ല. അങ്ങനെ ഫൈസൽ മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ 2 പെൺകുട്ടികളാണുള്ളത്, വേറെ ആരുമില്ല. ഞങ്ങൾ 14 ആളും മതം മാറി ഇങ്ങോട്ട് തന്നെ പോന്നു. ഇപ്പം സുഖമായിട്ട് താമസിക്കും, വലിയ സന്തോഷത്തിലാണ്, വലിയ ദോഷമൊന്നുമില്ല.
കൊടിഞ്ഞിക്കാരത്ര നല്ലവരുമാണ്. അവരാരും ഞങ്ങൾക്ക് ദോഷപ്പെടുത്തിയിട്ടില്ല. പറിച്ചോൻ്റെ ഉറവ് കൊണ്ട് നല്ലവണ്ണം ജീവിച്ചു പോകും. ഇനി ഈ കേസിന് എന്തെങ്കിലും ഒന്ന് ആവണമെന്ന് അത് കണ്ടിട്ട് അതിൻ്റെ ശിക്ഷാവിധി കണ്ടതിന് ശേഷം എൻ്റെ ജീവൻ എടുത്താൽ മതി. അത് മാത്രമേ ഒരു ആശയമുള്ളൂ. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ വർഷം ഡിസംബർ 17-നാണ് ഛത്തീസ്ഗഡിൽ നിന്നും ജോലി തേടി കേരളത്തിലേക്ക് എത്തിയ രാംനാരായണൻ പാലക്കാട് അദ്ദേഹത്തിന് വഴിതെറ്റിപ്പോവുകയാണ്. അദ്ദേഹം ജോലി അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ വഴിതെറ്റിപ്പോയതാണെന്ന് പറയുന്നത്. അങ്ങനെ വഴിതെറ്റിപ്പോയ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാട്ടുകാർ കാണുകയും അങ്ങനെ അദ്ദേഹത്തിന് മേൽ സംശയത്തിൻ്റെ മുനകളെറിയുകയും അങ്ങനെ ആളുകൾ ഒരുമിച്ചുകൂടി തടിച്ചുകൂടി ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഭാഷ അറിയാത്ത രാംനാരായണന് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ബംഗ്ലാദേശി എന്നായിരുന്നു ആരോപണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുന എന്ന് പറയുന്നത്. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഓരോന്നിന് പിന്നിലും അത് കാണാൻ കഴിയും. നേരത്തെ ഇപ്പോൾ അഷ്റഫിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് അഷ്റഫിൻ്റെ കൊലപാതകം നടക്കുന്നത്. ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള 10 ദിവസം അതിനെക്കുറിച്ചുള്ള APCRൻ്റെ റിപ്പോർട്ടും മറ്റുമൊക്കെ ഉണ്ട്. 10 ദിവസം ഇന്ത്യയിലുടനീളം 180ഓളം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാണ് മുസ്ലിങ്ങൾക്കെതിരെ. അതുപോലെ തന്നെ 100ഓളം ഹെയ്റ്റ് സ്പീച്ചുകൾ, മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെയ്റ്റ് സ്പീച്ചുകൾ പഹൽഗ്രാം ആക്രമണത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സൃഷ്ടിച്ച ആ ഒരു മനോഭാവം കൂടിയാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തുന്നത്. ഇതേപോലെയാണ് ബംഗ്ലാദേശി എന്ന് പറയുന്ന ആരോപണം. ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിങ്ങൾ ധാരാളമായി ഇന്ത്യയിലേക്ക് കുടിയേറുന്നു എന്നത് സംഘപരിവാർ കാലങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ഇര കൂടിയായിരുന്നു കേരളത്തിലേക്ക് ജോലിക്കെത്തിയ ഈ പറയുന്ന രാംനാരായണൻ്റെ അവസ്ഥ. നമ്മൾ കേരളത്തെക്കുറിച്ച് പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഉത്തരേന്ത്യയിലെ സംഘപരിവാറിൻ്റെ അതൊന്നും കേരളത്തിൽ അങ്ങനെ നടക്കില്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ മലയാളികളുടെ ആളുകളുടെ കൈകളാലാണ് രാംനാരായണൻ കൊല്ലപ്പെടുന്നത്. കേരളത്തിൽ നടന്ന അങ്ങനെ ഒരു ആക്രമണം കൂടിയാണത്. രാംനാരായണൻ്റെ ഫാമിലി നമ്മളുടെ കൂടെയുണ്ട്. രാംനാരായണൻ്റെ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, कसिन ब्रदर ഉണ്ട്. हमारे साथ रामनारायण का बीवी है और अम्मी जान है और कसिन ब्रदर है. इंशाल्लाह वो लोग हमारे साथ कुछ बात करेंगे. इंशाल्लाह आप शशिकांत आप रखेंगे. नमस्कार, आप सभी उपस्थित साथियों को मेरा नमस्कार. मेरा नाम शशिकांत बघेल है. मैं छत्तीसगढ़ से आया हूँ. जैसे कि आप सभी को पता है, 17 दिसंबर वलायर थाना क्षेत्र में मेरे बड़े भाई रामनारायण बघेल को संघ परिवार के कुछ लोगों ने घेर करके हत्या कर दिया था. जैसे ही मुझे पता चला इस मामले में, हम लोग त्रिशूर मेडिकल कॉलेज में पहुँचे. वहाँ पे हम लोग न्याय के लिए जो है संघर्ष कर रहे थे. उसी समय सबसे पहले एक समस्या और थी कि हमें भाषा की प्रॉब्लम था. क्योंकि हम लोग पहले बार केरल आए थे तो यहाँ की भाषा हमें समझ में नहीं आ रहा था. तो ऐसे ही हमें काफ़ी परेशानी हो रहा था. उस समय केरल के एक साथी मिला था जब्बार भाई. उन्होंने मुझे इस मामले में पूरी जानकारी दिया कि कैसे जो है संघ परिवार के लोगों ने बांग्लादेशी बोल करके उसे मारा है और हमें आगे क्या करना चाहिए. फिर उन्होंने मुझे अगले दिन त्रिशूर में जो वेलफेयर पार्टी के ऑफिस है वहाँ पे ले गए. वहाँ पे वेलफेयर के जो साथी हैं, सॉलिडरिटी टीम के साथी हैं और मानव माइग्रेंट फाउंडेशन के साथी हैं. उन्होंने इस केस में हमें जो है काफ़ी मदद किए, न्याय दिलाने में मदद किए. और अभी भी जो आरोपी हैं उनको जमानत पे जो है वहाँ छोड़ दिया गया है. उनका जो चार्जशीट फाइल हुआ था कोर्ट में उसे वापस कर दिया है. इस केस में आगे भी जो है हमारी काफ़ी मदद कर रहे हैं. मैं उन लोगों का काफ़ी आभारी हूँ. चूँकि हम लोग बाहर से आए थे तो यहाँ की स्थानीय प्रशासन से पूरी तरह से जानकारी नहीं था, तो काफ़ी परेशानी अभी भी हो रहा है. तो मैं उन सभी को फिर से एक बार धन्यवाद दूंगा कि इस केस में जो है हमें काफ़ी मदद किए हैं और संघ परिवार के लिए जो लड़ाई लड़ रहे हैं उसमें हमारी मदद किए और हम भी आपके साथ हैं. धन्यवाद. ഇത്തരത്തിലുള്ളൊരു അക്രമം
നേരിട്ട കേരളത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ഇവിടുത്തെ ആളുകളിൽ നിന്നുണ്ടായതിനെ പ്രത്യേകം അവർ സ്മരിച്ചിരുന്നു. നമുക്കറിയാം, സംഭവം ഉണ്ടായ ഉടനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി നടപടിക്രമങ്ങളുണ്ടായിരുന്നു. ആ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് സോളിഡാരിറ്റിയുടെ സംസ്ഥാന സെക്രട്ടറിമാരടക്കം അതുമായി ബന്ധപ്പെട്ട നിരന്തരമായ ഫോളോ അപ്പിൽ അതിലുണ്ടായിരുന്നു. അതിൻ്റെ ഹോസ്പിറ്റലിലും അതുപോലെ പിന്നീട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട അത്തരം ഇടപെടലിലൊക്കെ സോളിഡാരിറ്റി ധാരാളമായിട്ട് അതിൽ ഇടപെടുകയുണ്ടായി. നമ്മൾ ഇവിടെ ഓരോ ഫാമിലികളും ഇത് പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തലം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത് നമ്മൾ രാജ്യത്ത് നിരന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഈ പറയുന്ന വിദ്വേഷത്തിൻ്റെ ഇരകളാക്കപ്പെടുന്നത് ഇപ്പോൾ മുസ്ലിങ്ങളെ മുൻനിർത്തിയിട്ടുകൊണ്ടാണ് ഈ പറയുന്ന പ്രചരണങ്ങൾ അധികവും നടന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ഇരകളാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ പലപ്പോഴും മുസ്ലിങ്ങൾ മാത്രമല്ല അതിൻ്റെ ഇരയാകുന്നത്. പക്ഷെ പലപ്പോഴും മുസ്ലിം ആണോ എന്ന ധാരണയിലാണ് പലപ്പോഴും കൊല്ലപ്പെടുന്നത് എന്നതുകൂടിയാണ് അതിലുള്ളത്. അപ്പോൾ ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വരമായൊരു സമൂഹത്തിൽ ഇത്തരത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു മാനസികാവസ്ഥയുടെ ഭീകരത എന്തുമാത്രമാണ് ഇവിടുത്തെ സാമൂഹികാവസ്ഥയിൽ പ്രതിഫലിക്കുക എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സമുദായത്തിനെതിരെ വലിയ വിദ്വേഷങ്ങൾ പ്രചരിപ്പിച്ച് അങ്ങനെ ഒരു സാമൂഹികാവസ്ഥ രൂപപ്പെടുമ്പോൾ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക ആ സമുദായം മാത്രമല്ല. കാരണം പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള ഇത്തരം വ്യത്യസ്ത സമൂഹങ്ങൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിൽ ഒരു വിഭാഗത്തെ മാത്രം അപരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ അവർക്ക് ലഭിക്കുമെങ്കിലും പിന്നീട് സംഭവിക്കുന്നത് ഇത് ആർക്ക് നേളെയും നീളാവുന്ന ഒരു കൈയായിട്ട് ഇത് മാറും എന്ന് പറയുന്ന വലിയൊരു അവസ്ഥയാണ്. അതിപ്പോൾ തന്നെ അതിൻ്റെ പലതരത്തിലുള്ള പ്രതിഫലനങ്ങൾ നമുക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഇവരുടെ ഫാമിലികൾ നമ്മളോടൊപ്പം നമ്മളുടെ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടിനെയും അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ പോരാട്ടത്തിന് നമ്മളുടെ എല്ലാ പിന്തുണയും നമുക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. आपको कोई बात रखना है लिया इसके बारे में, कोई एडिंग से आपको बात करना है कुछ थोड़ा इसके बारे में? बीबी को, रामनारायण का बीबी को मैं इनवाइट करता हूँ कुछ बार. जी नमस्ते, मैं ललिता बघेल बोल रही हूँ, रामनारायण बघेल के पत्नी. तो मेरे 2 छोटे छोटे बच्चे हैं. मेरे पति की हत्या कर दिए गए हैं. बांग्लादेशी समाज का, बांग्लादेशी किसे बोलते हैं मेरे को तो आज तक पता नहीं है. अजीब हम लोग छत्तीसगढ़ से आए हैं. उतना दूर से तो बार बार आ नहीं सकते हैं. अपराधी को बार बार छोड़ रहे हैं. मेरा मानना है कि अपराधी को ना छोड़ें, आप लोग सब साथ दें हमारे. हम लोग पहले भी सर लोग साथ दे रहे हैं, आगे भी साथ देंगे, हमें आशा है. अभी तक खड़े हैं, हम लोग भी खड़े हैं. अब कुछ भूल चूक होगा तो माफ़ करना हमें. Okay, Harsh Mandar is here and already the families have shared their experience and the mass psychology of Hindutva fascism also discussing in our area. Please comment on this. Hope. दोस्तों, पहले नफरती हिंसा के शिकार परिवारों यहाँ इकट्ठा हुए हैं. हमने उनकी बातें सुनी. उनका जितना दर्द है वो हम सब थोड़ा एहसास कर पा रहे हैं. नफरती हिंसा सामान्य हिंसा से अलग है. नफरती हिंसा इसलिए किए जाती है, इसलिए नहीं कि आपने कुछ किया है, इसलिए कि आप कुछ हैं. और देश भर में नफरती हिंसा की एक लंबा इतिहास रहा है. पार्टीशन के वक्त में
हिंदू मुस्लिम सिख लगभग 10 लाख लोगों ने एक दूसरे के कत्ल किए। उस वक्त जब हम आज़ाद हुए, आज़ादी के बाद हमने बड़े सांप्रदायिक हिंसा की घटनाएं देखी। नेली, भागलपुर, दिल्ली, मुंबई, गुजरात, जहाँ बड़ी संख्या में लोगों का इसी नफरती हिंसा के शिकार लोग हुए। लेकिन पिछले 12 सालों में मोदी जी के अमित शाह के वक्त में हम एक नए किस्म की नफरती हिंसा देख रहे हैं, जिसको लिंचिंग कहा जाता है। लिंचिंग में एक ऐसे व्यक्ति जो बिल्कुल असहाय है, उसको लोग घेर के पीट के धीरे धीरे पीट के मारते हैं और प्रायः उसका वीडियो लेते हैं और हज़ारों लोगों लाखों लोगों में उसको प्रसारित करते हैं। दिस इज़ अ न्यू फॉर्म ऑफ हेट वायलेंस जो हम इस दौर पे देख रहे हैं। लिंचिंग पहली बार हिंदुस्तान में हुआ है, लेकिन उससे पहले और जगहों में भी हुआ है। सबसे ज़्यादा अमेरिका में हुआ था। लिंचिंग शब्द भी वहाँ से निकला, जहाँ पे अफ्रीकी मूल के जो लोग थे, पहले गुलाम होते थे, उनको पकड़ के, और बहुत बड़ी भीड़ आती थी देखने के लिए, पिकनिक टाइप होता था, और उसको धीरे धीरे इसी तरह से पीट के मार के उसको फांसी चढ़ाते थे। और उस वक्त भी बहुत बड़ी संख्या में लिंचिंग नहीं होती है, लेकिन उसका असर बहुत दूर तक पड़ता है। जैसे हर लिंचिंग एक तरह से 10,000 लिंचिंग के जैसे है। हाफिज़ जुनैद एक लड़के का जिस तरह से, जिस बेरहमी से उनका कत्ल ट्रेन में हुआ, अब देश भर में मुस्लिम नौजवान बताते हैं कि ट्रेन में जाने में हमें डर लगता है। पता नहीं कब अखलाक को मारा गया, तो लोगों को डर है कि पता नहीं कौन घुस के हमारे फ्रिज में देखेगा और कहेगा कि कौन सा मीट खा रहे हैं। तो इन लिंचिंग्स दे आर एक्चुअली अ परफॉर्मेंस ऑफ वायलेंस, मतलब नफ़रत का एक किस्म का एक नुमाइश टाइप वो कर रहे हैं, और उसको वीडियो टेप इसलिए कर रहे हैं ताकि लोग देखें कि धीरे धीरे किस तरह से वो तड़प के मरा है। और आखिर वक्त में पानी भी मांगता है, तो वो हम पानी नहीं दिए, हमने उस हालत में उनको पहुंचाया है। तो 2017 में जब ये घटनाएं बढ़ने लगीं, तो हमने तय किया कि समाज की तरफ से उसका जवाब भी होना चाहिए। नफ़रत का जवाब हम लोग कैसे करें। तो कारवाने मोहब्बत की पहली यात्रा 2017 में हमने की, और अब 9 साल हो गए हैं। लगभग 100 ऐसी यात्राएं हम लोगों ने देश भर में, हमने तय किया कि हम वहाँ जाएंगे जहाँ पे जिनके घर में नफ़रती हिंसा हुई है, उनको ये कहेंगे कि आप अकेले नहीं हैं, आपके साथ, आपके दर्द में बहुत सारे लोग हैं इस देश में, जैसे आप लोग सब इकट्ठा हुए हैं, हम आपके दर्द में शामिल हैं। हम माफ़ी मांगना चाहते हैं कि आप इस हालत में पहुँचे। हम वादा करते हैं कि जब तक हो सके हम आपके साथ जुड़े रहेंगे। आपके टूटे टुकड़े जो अपने ज़िंदगी के उसको जोड़ते हैं, आपकी इंसाफ की लड़ाई में आपका साथ देंगे, आपकी कहानी बताएंगे। बस इतना मैं बताना चाह रहा था कि इन यात्राओं में, जैसे आपने यहाँ सुना, जब साथ में बैठ के उनके घर में, उनके आंसुओं में आपके आंसू भी शामिल होते हैं, बहुत सारी चीज़ें समझ में आती हैं इन 100 यात्राओं में। और हम लोग अब लगभग 100 विधवाओं को अभी भी पेंशन देने की कोशिश कर रहे हैं। 150 केसेस जगह जगह लड़ रहे हैं। हम 2-3 चीज़ें मैं बस आपको बताना चाह रहा था। हम लोग जहाँ जाते हैं, परिवार प्रायः ये कहते हैं कि काश बस गोली मार देते, छुरा मार देते। इतना टॉर्चर करके
क्यों मारा, कहाँ से इतनी नफ़रत आ रही है। और ये सवाल जो संघ परिवार की जो राजनीति है, वो जहर जो समाज में इतनी ज़्यादा जहर है कि पीट पीट के बहुत टॉर्चर करके आप किसी को मार रहे हैं। हापुड़ एक जगह है दिल्ली के पास, वहाँ पे जो लिंचिंग हुई, एक 45 साल के आदमी हैं, वो बहुत गरीब थे, वो छोटे बकरियां खरीद के उसको मोटा करते थे, किसी तरह से परिवार को पाल रहे थे। गांव के मंदिर के लाउडस्पीकर से ये घोषित हुआ कि इन्होंने एक गाय मारी है, और पूरा गांव इकट्ठा हुआ और उनको इस तरह से वो बता रहे थे कि स्क्रू ड्राइवर से कैंची से किसी तरह से उनके पीठ के हर जगह में उन्होंने उनको बहुत धीरे धीरे पीट पीट के मारा, और उसकी तस्वीर ली। और तो परिवार ये कहते हैं कि इतनी नफ़रत कहाँ से आए। और दूसरा कि प्रायः पुलिस वहाँ खड़ी रहती है और कुछ नहीं करती है। जब आने के बाद भी ज़्यादातर केसेस में एफआईआर में वो नहीं कहते हैं कि ये लिंचिंग का केस है, बल्कि वो कहते हैं कि जिसने जो मारा गया था वही दोषी है किसी तरह से। तो इंसाफ की संभावनाएं बहुत बहुत कम रह जाती हैं, बचाने वाले बहुत कम लोग आते हैं। तो हम लोग लिंचिंग, ये जो कहानियाँ आपने बताई हैं, इन परिवारों पे वार हुआ है, लेकिन एक तरह से पूरे समाज पे ये हिंसा हुई है। उनको एक संदेशा दिया जा रहा है कि आपकी अब ये हालत, हम ये कर रहे हैं, और इसलिए इसका जवाब देना भी बहुत ज़रूरी है। और हम मानते हैं कि नफ़रत का जवाब आप नफ़रत से देंगे तो नफ़रत ही गहरा होगा। हम किस तरह से, जैसे उनकी एक नफ़रत की एक थिएटर, एक नुमाइश तौर पे वो कर रहे हैं, मोहब्बत भी हमारा उतना ही मजबूत रहे। हम लोग साल निकल जाएं, कई साल निकल जाएं, हम साथ में खड़े हैं, हम आपके इंसाफ की लड़ाई में शामिल हैं, आपके दर्द को, आपकी कहानी को भुलाने नहीं देंगे जिस तरह से आप लोगों ने यहाँ पे किया है। ये बहुत अहम हमारी कोशिश, आपकी कोशिश है। और आखिरी में ये बस ये कहना चाह रहा हूँ कि इंसाफ की लड़ाई बहुत ज़्यादा मुश्किल है, जहाँ समाज, पुलिस, पब्लिक प्रोसिक्यूटर, कोर्ट सब आपके ख़िलाफ़ हो, और वही हालत हम देख रहे हैं जगह जगह। और इसलिए और भी ज़्यादा मजबूती हमें करना ज़रूरी है। इस संघ परिवार का ये जो एक सांप्रदायिक दंगे तो होते थे, लेकिन ये जो नया उनकी आविष्कार है लिंचिंग का, जहाँ पे आप धीरे धीरे पीट पीट के उसको मार रहे हैं, उसका वीडियो टेप ले रहे हैं और लाखों लोगों के फ़ोन में उसको भेज रहे हैं, उसका जवाब हमें देना बहुत ज़रूरी है। नहीं तो ये जहर इतनी गहराई से समाज के कोने कोने में पहुँचेगा, उसका हमें सामना करना बहुत ज़रूरी है। और आप सब परिवारजनों को एक बार फिर हम सब की तरफ से संवेदना बहुत ज़्यादा। थैंक यू। Thanks, Harsh Mandir. Thanks for your struggle and sacrifice on this cause, and thanks also your words. Inshallah. തുടർന്ന് ഈ സെഷനിൽ പബ്ലിക് ചാർജ് ഷീറ്റ് അവതരിപ്പിക്കുന്നതിനായി അഭിഭാഷകനും നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് കൊച്ചി റിസർച്ച് സ്കോളറുമായ അഡ്വക്കേറ്റ് ഫായിസ് ഹംസ സാഹിബിനെ ഏറെ ഹൃദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇരയാക്കപ്പെട്ട മനുഷ്യരുടെ കുടുംബാംഗങ്ങളെ, ഏവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ കനപ്പെട്ട ഒരു വേദിയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇവർ ഏറെ വൈകാരികമായി സ്വകുടുംബങ്ങളുടെ അവസ്ഥ പറഞ്ഞതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ മറ്റൊരു ചാർജ് ഷീറ്റിൻ്റെ ആവശ്യകതയില്ല. എന്നിരുന്നാലും പൊതുസമൂഹത്തിൽ ഇത്തരം കൊലപാതകങ്ങൾ പലപ്പോഴും അതിൻ്റെ കാര്യകാരണങ്ങൾ നിയമത്തിൻ്റെ ഭാഷയിൽ കൂടി പറഞ്ഞാൽ മാത്രമാണ് നമ്മുടെ സമൂഹത്തിന് മനസ്സിലാകുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മളുടെ വലിയ ഒരു പതിതാവസ്ഥ എന്ന് പറയുന്നത്.
ഭാരതത്തിൽ ഓരോ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, എല്ലാത്തിലെയും വിക്ടിംഹുഡ് അല്ലെങ്കിൽ ഇരകളാക്കപ്പെടുന്നവർ ഏതോ അർത്ഥത്തിൽ മുസ്ലിംനെസ്, ഇപ്പോൾ ഏറ്റവും അവസാനം ഇക്കൂട്ടത്തിൽ രാംനാരായൺ ബഘേൽ മാത്രമാണ് ആ അർത്ഥത്തിൽ മുസ്ലിം സ്വത്വം ഇല്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലും ഒരു മുസ്ലിംനെസ് എന്നുള്ളത് കൂടി ചാർത്തപ്പെട്ടിട്ടാണ് അത് ബംഗ്ലാദേശി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശി മുസ്ലിം എന്നൊരു മുസ്ലിമത്വം കൂടി ആരോപിക്കപ്പെട്ടിട്ടാണ് ആ ഒരു കൊലപാതകം കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ വാർ ഓൺ ടെററിനെ കുറിച്ച് നമ്മൾ ഇത്ര നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്, വാർ ഓൺ ടെറർ അല്ലെങ്കിൽ ഭീകരവിരുദ്ധ യുദ്ധം എന്ന് പറയുന്നത് അതിൻ്റെ പോലീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആക്ഷൻ്റെ ഇരകളെയാണ് നമ്മൾ രാവിലെ മുതൽ കേട്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് വാർ ഓൺ ടെറർ ഉണ്ടാക്കിയെടുത്തൊരു സാമൂഹിക സാഹചര്യത്തിൽ നേർക്കുനേർ ഇരകളായ മനുഷ്യരെയാണ് നമ്മൾ കേട്ടത്. അതായത് അതിൻ്റെ ആവേശത്തിൽ ആളുകളെ തല്ലിക്കൊന്ന, അങ്ങനെ മരണപ്പെട്ട അല്ലെങ്കിൽ രക്തസാക്ഷികളായവരെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം കേട്ടത്. ആദ്യമായി സഹോദരൻ ജുനൈദിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വലിയ 1-2 കാര്യങ്ങൾ മാത്രമാണ് അതിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഈ കേസുകളുടെ എല്ലാത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് FIR-കൾ ഇടുന്നിടത്ത് പോലീസ് വലിയ അലംഭാവങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ കൃത്യമായി FIR ഇടാതിരിക്കുക, അല്ലെങ്കിൽ കൃത്യമായി കൃത്യസംഭവത്തെ എത്താതിരിക്കുക, അല്ലെങ്കിൽ കൃത്യമായ ആളുകളിൽ നിന്ന് മൊഴിയെടുക്കാതിരിക്കുക, അല്ലെങ്കിൽ FIR ഇടുന്നതിൽ സമയം വൈകിപ്പിക്കുക എന്നുള്ളത് ഈ കേസുകളിലെല്ലാമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കോമൺ പാറ്റേൺ ആണ്. എന്നത് മാത്രമല്ല, ഈ ജുനൈദിൻ്റെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2 സമയങ്ങളിലായിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ, അതായത് സർക്കാർ ഭാഗത്തു നിന്നുള്ള വക്കീൽമാർ വലിയ തരത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി എന്ന് വേണം മനസ്സിലായിരുന്നു. ഒരു കാര്യം, ഈ കേസ് ഒരു വട്ടം ഹൈക്കോടതിയിൽ പരിഗണനയിലിരിക്കെ അന്നത്തെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, ഹരിയാന ഗവൺമെൻറ്റിൻ്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഈ കുടുംബം 2 കോടി രൂപയ്ക്കും അതുപോലെ 3 ഏക്കർ സ്ഥലത്തിനും വേണ്ടി ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വ്യാജം കോടതിയിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ സർക്കാർ ഭാഗത്തു നിന്നുള്ള മറ്റൊരു അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഈ കേസിലെ പ്രതിഭാഗം വിസ്തരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകനെ സഹായിക്കുന്നതായും ഒരു വേള കാണുകയും കോടതി അത് തടയുകയും അതിൽ തന്നെ പ്രത്യേകമായി തന്നെ കോടതി എന്ത് ചെയ്തു, ഈ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരു ബാലൻ, മൈനറായൊരു ബാലൻ മരണപ്പെട്ട ഒരു കേസിൽ ഇത്തരത്തിൽ സർക്കാർ ഭാഗത്തുനിന്നുള്ള അഭിഭാഷകർ ഇടപെടുന്നത് വലിയ തരത്തിലുള്ള അരക്ഷിതാവസ്ഥ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഉണ്ടാക്കുമെന്ന് കോടതി നിരീക്ഷിക്കുക പോലും ഉണ്ടായി. ഇതിനുശേഷം ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഈ കേസ് പൂർത്തിയാക്കുവാൻ കോടതികൾക്കോ അല്ലെങ്കിൽ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന് സഹോദരൻ അഷ്റഫിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. അഷ്റഫിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ BNS കൂടി നിലവിൽ വന്ന സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നത്. എന്നാൽ പോലും മോബ് ലിഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട പ്രത്യേക സെക്ഷൻ വകുപ്പ് നിലവിൽ ഉണ്ടായിരിക്കെ ആ സെക്ഷൻ FIR-ൽ ചാർജ് ചെയ്യുവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മോബ് ലിഞ്ചിങ്ങുമായി പുതിയ മോബ് ലിഞ്ചിങ് നിയമത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെ പലതരത്തിലുള്ള വംശീയവും ജാതീയവും മതകീയവുമായ അടിസ്ഥാനത്തിലുള്ള അക്രമങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു നിയമം ഉണ്ടായിരിക്കെ അത്തരമൊരു നിയമം FIR-ൽ ചാർജ് ചെയ്യാനോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, തുടക്കത്തിൽ പോലീസ് ഇതൊരു അസാധാരണമായ മരണം എന്ന നിലക്ക് മാത്രമാണ് FIR ഇടാൻ തുനിഞ്ഞത്. തുടർന്ന് വ്യത്യസ്തമായ ആളുകളുടെ, സോൾഡാറ്റി ഉൾപ്പെടെയുള്ള സംഘടനയിലെ ആളുകളുടെ ആക്ടിവിസത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കൃത്യമായ ഒരു FIR ഇടുവാൻ അവർക്ക് സാധിച്ചത്. ഇതുപോലെ നമ്മളുടെ കേരളത്തിൽ നടന്ന മറ്റൊരു സംഭവമാണ് പാലക്കാട് അട്ടപ്പള്ളത്ത് ബംഗ്ലാദേശി എന്ന് മുദ്രകുത്തി നമ്മുടെ രാംനാരായൺ ബഘേൽ എന്ന് പറയുന്ന സഹോദരനെ അടിച്ചു കൊന്നത്. കേരളത്തിലേക്ക് കൂടി നമ്മൾക്ക് അത്രയധികം കേട്ടുകേൾവിയില്ലാത്ത ഒരു തരത്തിൽ ബംഗ്ലാദേശി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ, സംഘപരിവാറിൻ്റെ ആളുകൾ തല്ലിക്കൊന്നത്. ആ അർത്ഥത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഇടപെടൽ ഇതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഒന്നാമതായിട്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ പുതിയ നിയമസംഹിത വരുന്നതിന് ശേഷം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ പോലീസ് യാതൊരു തരത്തിലുള്ള പ്രതികൾക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങൾ നൽകുന്ന രൂപത്തിലാണ് FIR ഇടാൻ തയ്യാറായത്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതിൽ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രത്യേക വകുപ്പ് ചാർത്താൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് ആദ്യമായി ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന്, രാംനാരായൺ ബഘേൽ എന്ന് പറയുന്നത് ഒരു പട്ടിക സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പട്ടിക സമുദായവുമായി ബന്ധപ്പെട്ട ഐഡൻറ്റിറ്റിയെക്കുറിച്ച്
പരിശോധിക്കുവാനോ അന്വേഷിക്കുവാനോ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം SC/ST അട്രോസിറ്റീസ് ആക്ട് ഇടുക എന്ന് പറഞ്ഞാൽ ജാമ്യമില്ലാത്ത വകുപ്പാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരത്തിൽ ഒരു വകുപ്പ് ചാർത്തുവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പുതിയ വകുപ്പിന് ഉൾക്കൊള്ളിക്കുവാനോ പോലീസ് തയ്യാറായിരുന്നില്ല. തുടർന്ന് സോളിഡാരിറ്റിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ സോളിഡാരിറ്റിയിൽ നിന്ന് അന്ന് അഡ്വക്കേറ്റ് അനീസ് ആദം തുടങ്ങിയ ആളുകൾ അവിടെ നിരന്തരമായി ഉണ്ട്. നേരത്തെ പറഞ്ഞ അഷ്റഫിൻ്റെ സഹോദരൻ ജബ്ബാർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി അവരോട് സംസാരിച്ച് അവരോട് സമരങ്ങൾ നടത്തിയിട്ടാണ് ഈ പ്രത്യേകമായ വകുപ്പുകൾ അതിൽ ചാർത്തിയത്. നമുക്ക് അതിൽ അപ്ഡേറ്റ് പറയുകയും ചെയ്തു. ഈ കേസിൻ്റെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുമ്പോൾ ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത് പ്രതികൾക്ക് എല്ലാ തരത്തിലും രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ്. മറ്റൊന്ന്, കൊടിഞ്ഞി ഫൈസലിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിൽ നമുക്കറിയാം, ഇതിൽ പോലീസിൻ്റെ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് പോലീസിനെ അന്ന് കൊടിഞ്ഞിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകമായ അവസ്ഥ, പ്രത്യേകമായ സാഹചര്യം പോലീസിന് മുൻകൂട്ടി ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിലുള്ള യാതൊരു വിധമായ ഒരു മുൻകരുതലും എടുക്കുവാനും അതല്ലെങ്കിൽ ഓൾറെഡി ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിൽ പ്രതിയായിട്ടുള്ള മഠത്തിൽ നാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കെ അത്തരം വിഷയങ്ങൾ പോലീസിന് മുൻകൂട്ടി അറിഞ്ഞിരുന്നു. എന്നിട്ടും അതിൽ അത്തരത്തിലൊരു ഇടപെടൽ നടത്തുവാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ മറ്റു ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടതുപോലെ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന ഇടങ്ങളിൽ ഉൾപ്പെടെ സർക്കാർ വലിയ വീഴ്ചയാണ് ഈ കേസുകളിലെല്ലാം നടത്തിയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ രണ്ട് കാര്യങ്ങളാണ് തുടർന്ന് സംഭവിക്കുന്നത്. ഈ കേസുകളിലെല്ലാം ഏറ്റവും അടുത്ത സാഹചര്യങ്ങളിൽ തന്നെ പ്രതികളാക്കപ്പെട്ട മുഴുവൻ ആളുകൾക്കും ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ജുനൈദിൻ്റെ കേസിലൊക്കെ മാസങ്ങൾക്കുള്ളിൽ പല പ്രതികളും ആദ്യത്തെ നരേഷ് കുമാർ എന്ന് പറയുന്ന പ്രധാന പ്രതി അല്ലാത്ത എല്ലാ പ്രതികളും ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ജാമ്യം നേടുകയും തുടർന്ന് വളരെ എളുപ്പത്തിൽ അടുത്ത പ്രതികളുടെ, അതായത് ജുനൈദിനെ കുത്തിയെന്ന് പോലീസ് ചാർജ് ചെയ്ത കുറ്റമുള്ള ആൾ പോലും എന്ത് ചെയ്യുന്നു, ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ ജാമ്യം നേടുന്നു. ബാക്കിയുള്ള കേസുകളിലെല്ലാം ഇതേ പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്റ്റേറ്റ് ഇതിലെടുക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ അവിടെ നിന്ന് ഊരിപ്പോരാൻ കഴിയുന്ന തരത്തിലുള്ള ചാർജ് ഷീറ്റുകളും FIRകളുമാണ് ഫയൽ ചെയ്യുന്നത്. FIR ഇടുന്നിടത്ത് തന്നെ സമയം വൈകിപ്പിക്കുക. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുന്നത് അത് ഉണ്ടാകേണ്ടത് എന്താണ്, പ്രതികൾക്ക് സംശയത്തിന് ആനുകൂല്യം നൽകുന്നതാണ്. ഈ സംശയത്തിൻ്റെ ആനുകൂല്യം എപ്പോഴും ലഭിക്കുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങളിലെ സവർണരായ സംഘപരിവാർ അനുകൂലികളായ ആളുകൾക്കാണ്. അപ്പോൾ FIRൽ നേരം വൈകുന്നത്, FIRൽ പേരില്ലാത്തത്, SC/ST അട്രോസിറ്റീസ് ആക്ട് ചുമത്താത്തത്, ഇത്തരം സാങ്കേതികമായ പിഴവുകൾ ഈ ആളുകൾക്ക് ജാമ്യം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ തുടർന്നുള്ള വിചാരണകളിൽ ഉൾപ്പെടെ അവർക്ക് മേൽക്കൈ നേടുന്നതിനും വലിയ സഹായകമാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഏത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നാലും ഇത്തരത്തിലുള്ള പ്രാഥമികമായ നടപടിക്രമങ്ങളിലെ ഗുരുതരമായ വീഴ്ചകൾ എല്ലാ കേസുകളിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ, അതിൻ്റെ പ്രോസിക്യൂഷൻ, വിചാരണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ സർക്കാരുകളും വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഇതിനെ മറികടക്കുന്നത് വാദിഭാഗത്തു നിന്നുള്ള അഭിഭാഷകരുടെ ഇടപെടലിലൂടെ. സാധാരണ ഒരു ക്രിമിനൽ കേസിൽ അത്തൊരു ഇടപെടൽ എന്ന് പറയുന്നത് പലപ്പോഴും അനാവശ്യമാണ്, വേണ്ടതില്ലാത്തതാണ്. പക്ഷേ ഈ പറയുന്ന എല്ലാ കേസുകളിലും ആ ഇടപെടലുകൾ നിർബന്ധമായി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലെ നിയമവ്യവസ്ഥയിലുള്ളത് എന്ന് മാത്രം പറയുന്നു. ഇവിടെ സംസാരിച്ച മുഴുവൻ ആളുകളുടെയും പോരാട്ടങ്ങൾക്ക് നീതി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫൈസ്. ഇതോടുകൂടി ഈ സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഹിന്ദുത്വ ആക്രമണങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സാമൂഹിക പ്രതിരോധങ്ങൾ വളർന്നു വരാൻ, രൂപപ്പെടാൻ ഈ ചർച്ചകൾ സഹായകരമാകട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഇവരെ ഒരുപാട് ദൂരത്തു നിന്നാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്. 1-2 മിനിറ്റ് മാത്രമാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. സംസാരത്തേക്കാൾ അവരുടെ പ്രസൻസ് ആണ് ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. आप लोग बहुत दूर से इधर आया है और 1 और 2 मिनट आप बात किया, बल्कि आपके मौजूदगी है अहम बात. इंशाअल्लाह अपने तरफ से और सोलिडारिटी की तरफ से हमारे दिल की गहराई से आपसे एक बार भी शुक्रिया अदा करता हूँ. वाहिर दावाना अल्हम्दुलिल्लाहि रब्बिल आलमीन. अस्सलामु अलैकुम വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൻ. രക്തസാക്ഷികൾ മരിക്കുന്നില്ല, അവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉമ്മമാരിലൂടെ ജീവിക്കുന്നു.
അനീതിയുടെ ഇരുട്ടറകളിൽ കുടുക്കപ്പെട്ടവരിലൂടെ ജീവിക്കുന്നു. നീതിക്ക് വേണ്ടി ചോര നീരാക്കി അഹോരാത്രം കഠിന പരിശ്രമം നടത്തുന്നവരിലൂടെ ജീവിക്കുന്നു. അനീതിക്കെതിരെ ഒരുമിച്ച് കൂടിയ നമ്മളെല്ലാവരിലൂടെയും ജീവിക്കുന്നു. We are their rage, their happiness and sadness. We are them. We are Junaid Khan. We are Ashraf. We are Ram Narayan Baghel. We are Kodinji Faisal. കുടുംബാംഗങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണത്തിനായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് തോഫിക് സാഹിബിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഉപഹാരം ഏറ്റുവാങ്ങാൻ വേണ്ടി I invite family of Junaid Khan, Saira Sahiba, Qasam Sahib and Muhammad Nafis onto the stage. ഉപഹാരം ഏറ്റുവാങ്ങാനായി അഷ്റഫിൻ്റെ കുടുംബാംഗങ്ങൾ റുഖിയ സാഹിബ്, കുഞ്ഞിത്തൂട്ടി സാഹിബ്, അബ്ദുൽ ജബ്ബാർ സാഹിബ് എന്നിവരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്ന് ഉപഹാരം ഏറ്റുവാങ്ങാൻ വേണ്ടി ലളിതാജി और शशिकांत साहब, इस कार्यक्रम का उपहार लेने के लिए हम आपका स्वागत करते हैं. धन्यवाद. തുടർന്ന് ഉപഹാരം ഏറ്റുവാങ്ങാൻ വേണ്ടി കൊടിഞ്ഞി ഫൈസലിൻ്റെ കുടുംബാംഗങ്ങൾ മുഹമ്മദ് മുസ്തഫ പി അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു. I thank each and every one of you present here, each and every family member who participated, who spent their time to participate with us. I thank each one of you. We end this session here. Thank you.